ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസിൽ ഇന്ന് പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു മീഡിയം സൈസ് പാവയ്ക്ക എടുത്ത് ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിനിമം അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി കൂടി ഇട്ട ശേഷം നമുക്ക് പാചകം തുടങ്ങാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കൂടെ ഇട്ട് നല്ല ചുവക്കെ വറുത്തെടുക്കണം. ഒരു കാര്യം ഉറപ്പുതരാം, ഈ തീയലിന് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. തേങ്ങയെല്ലാം നല്ലപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കൂട്ട് നല്ലപോലെ തണുത്ത ശേഷം ഒരു മിക്സി ജാറിലേക്കിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കാം. കൂട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കൈപ്പയ്ക്ക തീയലിന് ആവശ്യമായ സാധനങ്ങൾ: 10 ചെറിയ ഉള്ളിയുണ്ട്, ഇതിന് ചെറുതായി മുറിക്കണം. വിനീഗറിലിട്ട് വെച്ച കൈപ്പയ്ക്ക നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം, പിന്നെ അരച്ച മസാല. ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, കറിവേപ്പില, പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ചെറിയ ഉള്ളിയില്ലേ, അത് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വരണ്ട, ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് കൈപ്പയ്ക്കയും ഒരു പച്ചമുളക് കൂടെ ഇട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റണം. കൈപ്പയ്ക്കയെല്ലാം ചെറുതായി ഒന്ന് മൊരിഞ്ഞു വരും. ഈ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് കുക്ക് ചെയ്യാം. പുളിവെള്ളമെല്ലാം നല്ലപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച മസാലക്കൂട്ട് കൂടി ചേർത്ത ശേഷം 1-2 മിനിറ്റ് വഴറ്റണം. അതിനുശേഷം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കറിയിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഇട്ട ശേഷം ഒന്നിളക്കാം. ശർക്കര അലിഞ്ഞ് കറിയെല്ലാം തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം. എരിയും പുളിയും മധുരവും അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. കുറച്ച് കഴിയുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വരും. ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കറിക്ക്. തണുക്കുമ്പോൾ ഇനിയും തിക്കാവും. ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടിയിട്ട് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് പാവയ്ക്ക തീയൽ റെഡി. ഈ കറി തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. തണുക്കുമ്പോഴേക്കും കറിയെല്ലാം തിക്കായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വരാം. താങ്ക് യു.